ഒർലാൻഡോയിലെ കഴിഞ്ഞ 28 വർഷത്തെ കലാ-സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായ ഓർമ്മയുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ശ്രീ സിജു വിൽസണും സംഘവും അവതരിപ്പിച്ച സ്റ്റേജ് ഷോയായ ഗാനനാട്യ നർമ്മ സംഗമത്തോടൊപ്പം നടത്തപ്പെട്ടു. റവറൻ ഫാദർ ജെയിംസ് തരകനും റവറൻ ഫാദർ സിബി സെബാസ്റ്റ്യനും വിശിഷ്ടാതിഥികളായിരുന്ന ചടങ്ങിന് ഓർമ്മ പ്രസിഡന്റ് ശ്രീ സാബു ആന്റണി, സെക്രട്ടറി ശ്രീമതി സ്മിത മാത്യൂസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീമതി റോഷ്നി ക്രിസ്നോയൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ചുക്കാൻ പിടിച്ചു. ഈ പരിപാടിയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഒർലാൻഡോയിൽ നിന്നും ഏബൽ സോണി തോമസിനോടൊപ്പം സ്മിത സോണി. നമസ്കാരം. ഓർമ്മയുടെ ഈ വർഷത്തെ ഔദ്യോഗിക പ്രവർത്തനോദ്ഘാടനവും പ്രശസ്ത ഫിലിം സ്റ്റാർ ശ്രീ സിജു വിൽസണും സംഘവും അവതരിപ്പിക്കുന്ന ഗാനനാട്യ നർമ്മസംഗമവും അരങ്ങേറുന്ന തെഹോപക്കാലിക ഹൈസ്കൂളിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇത് നേതൃത്വം കൊടുക്കുന്ന ഓർമ്മ കൂട്ടായ്മയും അതിൻ്റെ ഭാരവാഹികളെയും കൃത്യമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സായാഹ്നം ഉല്ലാസപ്രദവും സന്തോഷപ്രദവും ഞങ്ങളുടെ മനുഷ്യ ജീവിതത്തെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതുമാക്കി തീർക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ഓർലാൻഡോ റീജിയണൽ മലയാളി അസോസിയേഷനിലെ ഓരോ മെമ്പറിനും ഒരു വലിയ നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് we welcome you to Ghana Natya Narma Sangamam. ഭാരതമോളെ ലേഡീസ് നിന്നെ ഞാൻ ഭാരതി കണ്ടതല്ലേ, ഭാരതമോളെ ലേഡി നിന്നെ ഞാൻ ഭാരതി കണ്ടതല്ലേ. വ്യത്യസ്തനാമൊരു പാർമറമ്പാലനേ അല്ല, 3 ചോദ്യം ചോദിച്ചായിരുന്നു. അപ്പൊ ഇതിൽ ആദ്യം ഏത് ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ആലോചിക്കുമായിരുന്നു. ഓർമ്മയുടെ പ്രസിഡന്റ് മിസ്റ്റർ സാബു ആന്റണി നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം. ഇന്ന് വളരെ മനോഹരമായിട്ട് ഒരു സ്കൂൾ ഓഡിറ്റോറിയം, മോർ ദാൻ 600 ആൾക്കാർ ഇരിക്കുന്ന സ്കൂൾ ഓഡിറ്റോറിയം ഫുൾ കപ്പാസിറ്റിയിൽ നമ്മൾ അടിപൊളി ഷോ ചെയ്തിരിക്കുകയാണ്. ഫ്രീഡിയ ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഷോ വളരെ മനോഹരമായി സിജു വിൽസൺ ആൻഡ് ടീം ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആൾക്കാരെല്ലാം എൻജോയ് ചെയ്യുന്നു. വളരെ നന്നായി പോയി എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഓൾ. ഓർമ്മയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. താങ്ക് യു. കോമഡി ഷോകളിലൂടെ ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു താരമായി മാറിയ മിസ്റ്റർ ബിനു അടിമാലിയോട് നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. ഞാനിപ്പോൾ 3-ാം തവണയാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ ഒരു ദൈവഭാഗ്യം കിട്ടി. ഇവിടെ വരുന്ന ഓരോ സ്റ്റേജും, ഇപ്പോൾ ഞങ്ങൾ വന്ന ഓരോ സ്റ്റേജും നല്ല ഇഷ്ടപ്പെട്ടോ? പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേപോലെ അഭിപ്രായമാണ് എല്ലാ സ്റ്റേജിലും നമുക്ക് കിട്ടിയത്. അത് തന്നെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ഞങ്ങൾ വലിയൊരു ടീമുകളായിട്ടല്ല ഞങ്ങൾ വന്നേക്കണേ. കഴിഞ്ഞ 2018 ഞങ്ങൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ ടീമായിട്ടാണ് വന്നത്. ഇതും കുഴപ്പമില്ല,
നല്ല നല്ല കൂട്ടായ്മയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇവിടെ ഉള്ളവർ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നു, പ്രോഗ്രാം വിജയിപ്പിച്ച് തന്നു. അതിൻ്റെ ഒരു വലിയ സന്തോഷത്തിലാണ് ഓൾറെഡി. ഷോയിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഫീഡ്ബാക്കും ഇന്നത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? Orlando was like awesome. Crowd was like phenomenal ആയിരുന്നു. ഭയങ്കര കലയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ക്രൗഡിനെയാണ് ഞങ്ങൾക്ക് ഓർലാൻഡോയിൽ കിട്ടിയത്. അതിലേറെ സന്തോഷം ഓർമ്മ എന്ന് പറയുന്ന 28 വർഷത്തെ ഒരു വലിയ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു ഗ്രൂപ്പിൽ വരാൻ പറ്റി, ആ ടീമിൽ നമുക്ക് നിൽക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ US തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഓർലാൻഡോ റീജിയണൽ മലയാളി അസോസിയേഷൻ. അപ്പോൾ അവർക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കാരണം ഞങ്ങളുടെ ഇതിപ്പോൾ US ഞങ്ങളുടെ 4ാമത്തെ സ്റ്റേജിങ് ആയിരുന്നു. ഇനി 5 more stages are pending, ന്യൂയോർക്ക്, ഫിലാഡൽഫിയയിലൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഓർലാൻഡോ വാസ് സംതിങ് ലൈക്ക് ടു റിമെമ്പർ അബൌട്ട്. 19ാം നൂറ്റാണ്ടെന്നുള്ള ആ ഒരു സിനിമയിലൂടെ നല്ലൊരു തുടക്കം കുറിച്ച് വെച്ചിട്ട് വളരെ നല്ലൊരു ഫെയിമിലേക്ക് ഉയർന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ റീസെൻ്റ്ലി റിലീസായത് പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയായിരുന്നു. ഇനി അടുത്ത് ഇറങ്ങാനുള്ളത് പുഷ്പവിമാനം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. അതുപോലെ തന്നെ സമാധാന പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇനി ഷൂട്ട് കഴിയാനിരിക്കുന്ന കുറച്ച് മൂവീസുണ്ട്, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ എന്താ പറയുക മേക്ക് ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ജഗൻ ഷാജി കൈലാസ് സാറിൻ്റെ മകൻ്റെ മൂവിയുണ്ട്, ജഗൻ ഷാജി കൈലാസ്. അത് റിലീസിന് തയ്യാറാണ്, ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ. US വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം. Crufe's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Crufe's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Crufe's Law Firm Limited. www.crufeslaw.com